കേൽറ്റിയൻ സുധീഷ് കേൽറ്റിയൻ ചാല പേര് വെക്കണം. അപ്പൊ പറഞ്ഞതിന്റെ കാര്യം കോച്ചാര് നിങ്ങളൊക്കെ വ്ളോഗിൽ വരും. അതൊക്കെ എല്ലാരും ഉണ്ട്. മോൻ കാണില്ലേ മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ മോശമല്ലേ? ആഹാരം കഴിച്ചില്ല, ചോറ് കഴിച്ചാ പോണേ ഉള്ളത്. ഓ പോ ഈ ബമ്പ് സത്യം പറഞ്ഞാൽ അറിയാൻ പറ്റില്ല ആർക്കും. ഇവിടെ ഒരു ബോർഡ് വെക്കണം ബമ്പ് ഉണ്ടെന്നുള്ളത്. ഭയങ്കര ഡേഞ്ചറാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ വലിയ ഹൈറ്റ് ഇല്ല, എന്നാലും അല്ലേ വണ്ടി കയറി ഇറങ്ങുമ്പോഴാണ് അതിന്റെ പ്രശ്നം ഉണ്ടാവുന്നത്, അതിന്റെ ഒരു ഇമ്പാക്ട്. അപ്പോൾ സമയമായിട്ടുണ്ട് പോവാന്നാ. ഇൻട്രോ എടുക്കാൻ സമയമൊന്നുമില്ല. എന്നാൽ ഇൻട്രോ എടുത്താൽ പറ്റി വേറെ വഴിയില്ല. എവിടെയാണ് പോകണമെന്ന് പറയണ്ടേ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം വയനാടാണ്. അപ്പോൾ മണി ഇപ്പോൾ രാത്രി 8:15 മണിയായി. സത്യം പറഞ്ഞാൽ നാളെയാണ് പോകാൻ പ്ലാൻ ചെയ്തത്. പെട്ടെന്ന് പ്ലാനൊക്കെ മാറി. അത് നമ്മൾ പ്രവീൺ ചേട്ടൻ വിളിച്ച് പറഞ്ഞാണ് നാളെ രാവിലെ പോയാൽ ശരിയാവില്ല. കാരണം ആ ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത് ഫുള്ളായിട്ട്. അപ്പം ഒറ്റ സ്ട്രെച്ചിൽ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി പോയി നേരെ അങ്കമാലി സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് അവിടെ നിന്ന് പുറപ്പെടാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം വയനാട്. ഫുൾ ഫോറസ്റ്റ് ആണ്, അഡ്വഞ്ചർ റൈഡാണ്. ഫോറസ്റ്റിനകത്ത് റിസോർട്ട് ഉണ്ട്, അവിടെ താമസിക്കാൻ പോവുകയാണ് നമ്മളെല്ലാം ചേർന്ന്. അപ്പോൾ എൻ്റെ കൂടെ വരാൻ പോകുന്നത് പ്രവീൺ ചേട്ടനുണ്ട്. പ്രവീൺ ചേട്ടൻ്റെ കൂട്ടുകാരുണ്ട് വിഷ്ണു ചേട്ടൻ. പുള്ളി ഡോക്ടറാണ്. പുള്ളി കഴിഞ്ഞ വ്ളോഗിലുണ്ടായിരുന്നു, മറ്റേ കാറിന്റെ വ്ളോഗിലുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് 2-3 ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെല്ലാം പിക്കപ്പ് ചെയ്ത് ഒന്നിച്ചാണ് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പോകുന്ന വഴിക്ക് വരാണ്ട് പറയാം. ഇപ്പം പറയാൻ സമയമില്ല, ഉടനെ വരാൻ പറഞ്ഞ് 8 മണിക്ക് പറഞ്ഞാണ്. 8:15 മണിയാണ് സമയമായി. അത് നടക്കുമെന്ന്. അപ്പോൾ ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 12 മെയ്. പിന്നെയും മഴയാ. അപ്പോൾ ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 12 മെയ് 2025 മണി ഇപ്പോൾ രാത്രി 8:15 ഇപ്പോൾ നമ്മൾ ആദ്യം നേരെ പോകുന്നത് പ്രവീൺ ചേട്ടൻ്റെ വീട്ടിലാണ്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരം കാണുമായിരിക്കും. 10 അല്ല 7 കിലോമീറ്റർ ദൂരം വരും കറക്റ്റായിട്ട്. 7-8 എത്രയാവട്ടെ സമയമായി. അപ്പോൾ ഇവിടെ നേരെ ബൈക്കിൽ പോകുന്നു. ബൈക്ക് കൊണ്ട് അവരെ വീട്ടിൽ വെച്ചിട്ട് അവിടെ നിന്ന് കാറിലെല്ലാം ഒന്നിച്ച് പോവുകയാണ്. ഓക്കെ, ഇതൊക്കെ കാര്യങ്ങളൊക്കെ വേറെ പറയാനും സമയക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരു ഒറ്റ ലൈഫേ ഉള്ളൂ. അതുകൊണ്ട് ഒറ്റ ലൈഫ് ആയതുകൊണ്ട് മാക്സിമം അടിച്ച് പൊളിക്കണം നമുക്ക്. ഓക്കെ, അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം. കമ്മം കട്ടൊക്കെ നിൽക്കണം. പിന്നെയും നല്ല മഴ തുടങ്ങി. നമ്മളോ വല്ലപ്പോഴാണ് ടൂർ പോണത്. ആ സമയത്ത് ഇങ്ങനെ മഴ പെയ്ത് എന്തോ എന്നാ മഴ എണ്ണ നിങ്ങൾക്ക് ഇപ്പം തന്നെ വേണോ? ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പെയ്തുകൂടെ മഴയ്ക്ക്? കഷ്ടം. ഇതിനി മഴ വിട്ടിട്ട് എപ്പോൾ പോകാൻ? ബൈക്കിലാണ് പോണത്. അല്ലെന്നുണ്ടെങ്കിൽ ആ ചേട്ടനും കൂടെ വരാൻ പറയണം, പ്രവീൺ ചേട്ടൻ. ഇവിടെ വണ്ടിയൊക്കെ വരും, കുഴപ്പമൊന്നുമില്ല കാറൊക്കെ. പക്ഷേ പെട്ടെന്ന് എതിരെ വണ്ടി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് വണ്ടി പോകാനൊക്കെ. അന്ന് ഇതുപോലെ വന്ന് കഷ്ടപ്പെട്ടു പോയി. ശരി 10 മിനിറ്റ് നോക്കാം, മഴ വിട്ടിറങ്ങി നമുക്ക് പോവാം. അല്ലെന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ വരാൻ പറയും ഇങ്ങോട്ട്, വേറെ ചെയ്യാൻ പറ്റും. എൻ്റെ അമ്മോ സംഭവം ലേറ്റായിട്ട്, ഒരുപാട് ലേറ്റായി. 8 മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്തതാണ്. ഈ മഴ കാരണം എല്ലാം പോയി. ഹായ് സുഖം തന്നെ? പറഞ്ഞാ വയനാട് ചുമ്മാ വണ്ടി കയറ്. പോയിട്ട് ഞാൻ സ്കൂളുണ്ടല്ലേ, ഇല്ലേ വെക്കേഷൻ ക്ലാസ് അല്ലേ? സുഖം തന്നെ? എനിക്ക് സ്നേഹമാണല്ലോ. സത്യം പറഞ്ഞാൽ ബൈക്കിൽ വരാനാണ്. അപ്പോൾ ഈ മഴ കാരണം ഓട്ടോ പിടിച്ച് വന്ന് പിന്നെ പറഞ്ഞ വഴിക്ക് കറക്റ്റ് 5 മിനിറ്റ് ആയപ്പോൾ മഴ നിന്ന്. വെറുതെ പൈസ ഓട്ടയ്ക്ക് കുഴപ്പമില്ല, പോണതെല്ലാം പോട്ട്. നമ്മൾ വീടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് പ്രവീൺ ചേട്ടൻ. ലുക്ക് കണ്ട ഒരു രക്ഷയില്ല. എന്തിനാ അത് നിങ്ങൾ കൊച്ചു പയ്യനായിക്കണ്. ഇപ്പൊ ഞാനൊക്കെ നമ്മൾ ഇളന്മാരായിട്ടാ. ഇവരൊക്കെ വയസ്സാകാത്ത ആൾക്കാരാണ്. വർഷം ചെല്ലുന്നോറും പ്രായം അതാണ് അല്ലേ, ധ്യാൻ പോലെയാണ് അല്ലേ? എത്ര വർഷമായാലും രുചി പോലെ. അപ്പൊ എന്തായാലും പുറപ്പെട്ടിട്ടുണ്ട്. മണി 9 കാലയാ? മണി 9:30. ഇപ്പൊ നാളെ പോലെ പ്ലാൻ ചെയ്തില്ലേ? രാവിലെ തിരിച്ചിട്ടേ വയനാട് ഈ കേരള റോഡ് വഴി പോകുമ്പോഴേ ഇപ്പൊ പോയിട്ട് പോകുന്ന എവിടെയാണോ കൊച്ചി തങ്ങിയിട്ട് മാക്സിമം ഇപ്പോൾ ട്രാവൽ ചെയ്യും. എവിടെയാണോ ടയർഡ് ആകുന്നത് അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഫ്രഷ് ആയിട്ട് പുറപ്പെടും. ഇതാണ് പ്ലാൻ അല്ലേ? ഓക്കെ. അപ്പോൾ പോകുന്ന വഴിക്ക് ചേട്ടൻ്റെ കൂട്ടുകാരൻ വിഷ്ണു ഡോക്ടർ വിഷ്ണു ചേട്ടൻ ഉണ്ട്. പുള്ളിയും പിക്കപ്പ് ആയിട്ട് നമ്മൾ നേരെ പോവുകയാണ്. അത്ര തന്നെ. പിടിച്ചാ അങ്ങനെ പിടിച്ച് 3 ചപ്പാത്തിയും കഴിച്ച് പിന്നെ ഒരു പായസം കുടിച്ച് ഒരു അവിച്ചേത്തപ്പഴം കഴിച്ച് എല്ലാം കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ പോകാലോ. വണ്ടി അവിടെ കണ്ടേ? അപ്പോൾ നമ്മൾ പോകുന്ന കാറ് ഈ കാറല്ല, ഇത് ചേട്ടൻ്റെ കാറാണ്. മറ്റേത് ചേട്ടൻ്റെ കാറല്ലേ? അനിയൻ്റെ കാറാണ്. അപ്പോൾ ഇനോവയിലാണ് പോകുന്നത്. ഏത് മോഡലിട്ടത്? ഇനോവ ക്രിസ്റ്റ. വണ്ടി കാണിച്ചിരാം, എപ്പോഴും എല്ലാം പറയേണ്ട ആവശ്യമില്ലല്ലേ? കാണിച്ചിട്ട് നമുക്ക് നേരെ കയറി പോകാം. പഠിച്ച് പൊളിക്കണ്ടേ? പറ. ഈ വ്ളോഗ് മാക്സിമം ഫുൾ എന്താ പറയാ, ഒരു ഞാൻ കുറച്ച് കൊച്ചു പയ്യനാണ്. ഇവരൊക്കെ കൊച്ചിനെക്കാട്ടി ഒരു 10 വയസ്സിന് മൂത്ത ആൾക്കാരാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മളൊക്കെ ഒരേ വൈബ് ആൾക്കാരാണ്. അത്ര ഇളയതാണല്ലേ? അപ്പം ഈ ചേട്ടന് 24 വയസ്സായിട്ടുള്ളൂ. അതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ മാക്സിമം അടിച്ച് പൊളിക്കാനുള്ള റൈഡാണിത്. ചേട്ടാ അടിച്ച് പൊളിക്കണം കേട്ടാ. ഒരു ഇതും പാടില്ല, ഒരു എന്തോ ഒരു നാണമോ ചമ്മലോ ഒന്നും പാടില്ല. അത്ര നിങ്ങൾ നേരിട്ട് കണ്ടില്ലല്ലോ. അയ്യോ ഞാൻ കണ്ടുപിട്ടു കേട്ടാ. പിന്നെ അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം. ശരി അപ്പോൾ കമോൺ. ലൈഫ് സൗണ്ടേ ഇല്ല. പോരാ കമോൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. പറ കട്ടായി നിൽക്കാൻ പറ. എൻ്റെ സൗണ്ട് ഉണ്ട്, തൊണ്ട പോയി ചുമ ഭയങ്കര. പറ കട്ടാക്കി നിൽക്കണം. വൈദ്യ പോലെ.
ശരി ഓക്കെ. ഇതാണ് പ്രവീൺ ചേട്ടൻ്റെ അച്ഛനാണ് മാമ. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. ശരി, പോയിട്ട് വരാം. ഓക്കെ, ആൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പം നമ്മൾ പോയിട്ട് വന്നിട്ട് നിങ്ങൾ ട്രിപ്പ് പോകണം. പോയിട്ട് അത് വ്ളോഗ് ചെയ്യണം നിങ്ങൾ. നിങ്ങൾ വ്ളോഗ് ചെയ്യോ? വീഡിയോ എടുക്കോ? വീഡിയോ പരിപാടി ആരും അറിയില്ല. സത്യം പറഞ്ഞാൽ ഈ മാമ നമ്മളെ കാണുന്ന പോലെ അല്ല, ഭയങ്കര ഡ്രൈവറാണ്, ഹെവി. അതായത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല, എത്ര ലോങ് വേണമെങ്കിലും കളയാതെ വണ്ടി ഓടിക്കല്ലോ. ശരി പോയിട്ട് ചേച്ചി പോയിട്ട് ബാബേ സി. ഓക്കെ പോയിട്ട് ശരി എന്നാൽ. അപ്പോൾ ഇത് പ്രവീൺ ചേട്ടൻ്റെ കുടുംബ വീടാണ്, ഇവിടെയാണ് വണ്ടി കിടക്കുന്നത്. ഇപ്പോൾ ഇത് പ്രവീൺ ചേട്ടൻ്റെ അച്ഛൻ്റെ സ്വത്താണല്ലേ, മയിൽ വാഹനം. ഓ, മുരുകൻ്റെ മയിൽ വാഹനം പോലെ. അപ്പോൾ ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന കാർ, ഇനോവ ക്രിസ്റ്റ CRYSTA. നല്ല വലിയ കാറാണ്. ഇനോവ വലിയ കാറല്ല, ചെറിയ കാറാണ്. അപ്പം വേറെ വിഷയങ്ങളൊന്നുമില്ല. കാർ കണ്ട് സൂപ്പറല്ലേ. 1 2 3 4 8 സീറ്റാണ് തോന്നുന്നു കേട്ടോ. അത് ചേർന്ന് നോക്കിയിട്ട് പറയാം എത്ര സീറ്റ് എന്നുള്ളത്. പറഞ്ഞ ഇപ്പം കയറും. ലീവ് ഉണ്ടോ നിങ്ങൾക്ക്? വെക്കേഷൻ ഇല്ലേ? 9ാം ക്ലാസ്സിന് വെക്കേഷൻ ഇല്ല. 9 10. എൻ്റെ അമ്മോ, എന്തോന്നത് വെക്കേഷൻ ഇല്ലാത്ത ഒരു എന്ത് പറയാ, ഒരു പഠിത്തോ? ശരി, എന്തായാലും പഠിക്കണല്ലേ, പഠിത്തോളം ഏറ്റവും വലിയ കാര്യം. പഠിച്ച് മാക്സിമം നല്ല മാർക്ക് എടുത്ത് ജയിച്ച് പോയാൽ പിന്നെ നമുക്ക് ഭാവിയിൽ കറങ്ങാം ഇഷ്ടം പോലെ അല്ലേ. ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ ഭാവിയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പോകാം. ക്വിക്ക്. ടാറ്റ ബാബാ, സി യു. പോയിട്ട് ടാറ്റെങ്കിലും പറ, ഇങ്ങനെയല്ല ഇങ്ങനെ. ഓക്കെ പോയിട്ട് ബൈ, സി യു. ഓക്കെ കയറാന്നാ. നമ്മളെ വണ്ടിയിലെ ഏറിയാച്ച് സൂപ്പർ കാറാണ്. അതിൻ്റെ അമ്മ ഒരു രക്ഷയില്ല, ലക്സറി ആണ്. ഓക്കെ, വണ്ടി ഇങ്ങനെ പുറപ്പെടുത്താൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മണി ഇപ്പോൾ എത്ര കറക്റ്റായിട്ട്? 9:57. മണി ഇപ്പോൾ കറക്റ്റ് 9:57, 10 ഏകദേശം. അപ്പോൾ ഇപ്പം പുറപ്പെട്ടാൽ അങ്കമാലി എത്തുമ്പോൾ, അങ്കമാലിയില്ല, മാക്സിമം എത്ര ദൂരം പോകാൻ പറ്റും എത്ര ദൂരം പോയിട്ട് അവിടെ എവിടെയെങ്കിലും നല്ല റൂം എടുത്ത് സ്റ്റേ ചെയ്ത്, അങ്ങനെയാണ് പ്ലാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്, സൂപ്പർ അപ്പൊക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മഴയെല്ലാം വിട്ടിട്ടുണ്ട്. അപ്പോൾ റോഡ് മൊത്തം ചെളിയും തുള്ളിയും കിടക്കുകയാണ്. എന്നാൽ വിഷയമില്ല, പയ്യെ പോവാം. നമുക്ക് എന്തോ കാറിലേ പോകണത് അല്ലേ. ഡീസൽ. ഇത് വന്നിട്ട് ഏത് പമ്പിട്ടത്? നേമോ അല്ലേ, നമ്മളെ വെള്ളാണി ജംഗ്ഷനിലെ പമ്പാണ്. ഓക്കെ, പെട്രോൾ അടിച്ചിട്ടുണ്ട്. മൊത്തം 47 ലിറ്റർ അടിച്ചിട്ടുണ്ട് അല്ലേട്ടാ. ഓക്കെ സുഭാഷേ, ടാറ്റാ ബാബാ, സി പോയിട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ മൈക്ക് എടുക്കാൻ മറന്നുപോയി, ഇപ്പോൾ എടുത്തു വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം പൂജപ്പുരയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പിക്കപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത് വിഷ്ണു ചേട്ടനെയാണ്. അപ്പോൾ എല്ലാവരും സെറ്റായല്ലോ. ചേട്ടാ ഹായ് പറ, പൊളിക്കണ്ടേ ഇന്ന്? അടിച്ച് പൊളിക്കാം. ഇപ്പൊ നമ്മൾ രണ്ടൊരു സൂപ്പർ വൈബിലുണ്ട്. ഇപ്പൊ ഈ ചേട്ടന് വന്നിട്ടുണ്ട്. ചേട്ടാ വേറെ വിഷയമൊന്നുമില്ലോ? ഒരു വിഷയം അല്ലേ. ഓക്കെ, ഒരു നാണവും ഒരു ഇത് വേണ്ട, നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാം. അത് തന്നെ. അതെ, വിഷ്ണു ചേട്ടനൊക്കെ അറിയാം, കുറച്ച് കണ്ടായിരുന്നു. പൊളി വേറെ ലെവലാണ് കേട്ടോ, കാണുന്ന പോലെയല്ല. ഓക്കെ, അപ്പൊ സൂപ്പർ. നമ്മൾ ട്രിപ്പിന് പോകുമ്പോൾ അത് വച്ചിക്കാൻ പാടില്ല, അതൊക്കെ ദൂരത്തൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. അതാണ് നമ്മളെ പർപ്പസ്. കംഫർട്ടാണോ? ഫുഡ് കഴിച്ചേട്ടാ? എന്ത് കഴിച്ച്? അടിച്ചു വിട്ട്. ഞാൻ ചപ്പാത്തി കഴിച്ചു വീട്ടിൽ. ചപ്പാത്തിയും ഞാൻ വീട്ടിൽ കഴിച്ചേട്ടാ, എന്റെ വീട്ടിൽ. ഞാൻ ഉപ്പുമാവ് സൂപ്പർ ആയിട്ടാണ്. സാൾട്ട് മാംഗോ ട്രൈ. ഈ വ്ലോഗ് വരുന്നതോടുകൂടി നിങ്ങളെ വീട്ടിൽ ഒരു ആഭ്യന്തര കലാപം പറഞ്ഞത് കേട്ടോ. ഒരു മനുഷ്യന്റെ ഒരു മറുപക്കം എന്ന് പറയില്ലോ, അത് ഇവിടെ കാണാൻ പറ്റി വ്ളോഗിന്റെ അത്. നമ്മൾ ഓരോരുത്തരും കാണുന്ന ആൾക്കാരല്ല വ്ളോഗിനകത്ത് കാണുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഫോമ എത്തുമ്പോഴേ നമ്മൾ കൺട്രോൾ കയ്യിൽ ഇട്ട് പോകും. നമ്മൾ ആക്കുള്ള ഹൈവേ എത്തിയിട്ടുണ്ട്, ലുലുമാൾ എത്തിയിട്ടുണ്ട്. ഇത് കാണിച്ച് പോയേക്കാം, ഇത് കാണിക്കാതെ പോയാൽ മോശമല്ലേ. സൂപ്പർ അല്ലേ, ലുലുമാൾ എത്ര കണ്ടാലും മടുക്കൂല. നമ്മളിപ്പോ പോകാൻ പോകുന്ന റൂട്ടില് രാത്രി ഒരു ചായ പോലും കിട്ടൂല. നമുക്ക് MC പിടിച്ച് പോകണല്ലേ നല്ലത്. ഇപ്പൊ വലിയ തിരക്കാണില്ല. ഓക്കെ, നമ്മൾ കാരറ്റ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്, കാരറ്റ്. അപ്പോൾ ഇവിടെയാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. വെള്ളം വാങ്ങണമെന്ന് പറഞ്ഞായിരുന്നു, ഭയങ്കര വെള്ളം താ എല്ലാവർക്കും. ആരോമ ബേക്കറി കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഇതുപോലെ കോസ്റ്റ്യൂമാണ് ഏറ്റവും ബെസ്റ്റ് ട്രാവൽ ചെയ്യാൻ പറ്റിയത്. നമ്മൾ പിന്നെ ഇങ്ങനെ സ്റ്റൈലിൽ ഇറങ്ങിയെന്നുള്ളൂ, കുഴപ്പമില്ല. ഒരു 4 കുപ്പി വെള്ളം വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും വെള്ളം ആവശ്യമാണ്, പോണ വഴിക്ക് വെള്ളം കിട്ടില്ല ചിലപ്പോൾ അല്ലേ. പിന്നെ 2 കുപ്പി ട്രോപ്പിക്കൽ ജ്യൂസ്, ഇത് മതി. രാത്രി ഇനി വിശക്കണ പോലെ ആഹാരം കഴിക്കാം പോണ വഴിക്ക്, ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ പോവാം. ഓക്കെ, വണ്ടി കയറാം, സമയം. കമോൺ ക്വിക്ക്. ഇപ്പോൾ ലൊക്കേഷൻ പൊളി കണ്ട, ഒരൊറ്റ വണ്ടി ഇല്ലേ ഭാഗത്തുനിന്ന്. ഇടയ്ക്കിടയ്ക്ക് ലോറികൾ വരും. അപ്പോൾ അവിടെ പ്രവീൺ ചേട്ടൻ്റെ വ്ളോഗ് ഉണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ടൊക്കെ ചെയ്യ്, വേറെ നോക്കാനൊന്നുമില്ല. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ചേട്ടാ ഉറക്കം പറഞ്ഞാൽ ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ല. അത്ര ഫ്രഷ് ആയിരിക്കും അല്ലേ, ഫേസ് കണ്ടപ്പോൾ ഫ്രഷ് ആണല്ലേ. ഇപ്പോൾ പുള്ളിക്കാരെ ഡോക്ടർ മാത്രമല്ല, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഉള്ളൊഴുക്ക സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഡോക്ടറായിട്ട്. ചേട്ടാ ആ പടത്തിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ആ പടം കഥയില്ല അല്ലേടാ, അല്ലേ? ആ സീനിൽ അങ്ങനെ പറയുമ്പോൾ അല്ലേ ആ കഥ മുന്നോട്ട് പോണത്. ശരി, എങ്ങോട്ടാ എങ്ങനെയുണ്ട് ട്രിപ്പ്? ഹാപ്പിയാണോ? നല്ല വൈബല്ലേ? ഓക്കെ, അപ്പോൾ അവിടെ കട്ടൻ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ രാത്രി സമയം ട്രാവൽ ചെയ്യുമ്പോൾ ഇതുപോലെ ചായ കുടിച്ച് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉറക്കം വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചില ജോളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർക്ക് ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്കാരല്ലേ, അപ്പോൾ ക്ഷീണിക്കാൻ പാടില്ല. മാക്സിമം നമ്മളെ വീഡിയോ യൂട്യൂബറാണ്, ഇതൊക്കെ കാണിച്ച് പോകുമ്പോൾ രസം. എന്തുണ്ടാ കറി? ഇറച്ചിയാ? കടലക്കറി. കാപ്പി രാത്രി എന്തുണ്ട്? ദോശയും പൊറോട്ടയും കടലക്കറി അല്ലേ. കട്ടൻ കാപ്പി പറഞ്ഞ് വാങ്ങിച്ചോ.
ഉഴുന്നുവട ഉണ്ട്. ഇത് ബോണ്ട കേക്ക് എന്താണ്? ബോണ്ടയാണോ? ആണോ? കഴിക്കണം. ബോണ്ട ഒരു ബോണ്ട. ഓ പോയി ബമ്പ് സത്യം പറഞ്ഞാൽ അറിയാൻ പറ്റില്ല ആർക്കും അല്ലേ. ഇവിടെ ഒരു ബോർഡ് വെക്കണം ബമ്പ് ഉണ്ടെന്നുള്ളത്. ഭയങ്കര ഡേഞ്ചറാണ്. കനം കൂടി പോയി. ഓഹോ, ഞാൻ അടുത്ത് കാണിച്ചു തരാം. കണ്ടോ കനം കണ്ട എൻ്റെ. പക്ഷേ സത്യം പറഞ്ഞാൽ വലിയ ഹൈറ്റ് ഇല്ല, എന്നാലും അല്ലേ വണ്ടി കയറി ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നത്, അതിൻ്റെ ഒരു ഇമ്പാക്ട് അറിയിക്കും. അതെ, നമുക്ക് അവിടെ കയറി നിൽക്കാം, റോഡിൽ കയറി. അതെ, ഇങ്ങോട്ടാണ് വണ്ടി പോകാൻ വിടാൻ പാടില്ല. കാപ്പിനുണ്ട് പറ, കുടിച്ച് കാണിയില്ലേ? കുടിച്ചില്ലേ? ഈ കാപ്പി കുടിച്ചപ്പോൾ വാ താജ് എന്ന് പറയണ്ട, കുടിച്ചില്ലേ? എൻ്റെ കട്ടൻ ചായ വന്നിട്ടുണ്ട്. കട്ടൻ ചായ കളർ ഒത്തിരി കുറവാണ്, കാപ്പി നല്ല ഡാർക്ക് കളറായി. അപ്പോൾ ചായ കുടിച്ചിട്ട് വരാം. സൂപ്പർ ഇടാ, നല്ല മധുരമുണ്ട് ചായക്ക്. ഓക്കെ, അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞുകൊണ്ട് നല്ല ചൂട് കട്ടൻ ചായ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഉണ്ടായിരുന്നു കട്ടൻ കാപ്പി? നല്ല മധുരം ഉണ്ടോ? ഒരു രക്ഷയില്ലല്ലേ, പൊളി. ഓക്കെ, അപ്പോൾ വണ്ടി കയറിയിട്ടുണ്ട് പഴയ പോലെ. അപ്പോൾ ഇനി ഇവിടുന്ന് കറക്റ്റ് 400 കിലോമീറ്റർ ദൂരമുണ്ട് വയനാട് എത്താനായിട്ട്. മണി ഇപ്പോൾ കറക്റ്റ് 12:15 കഴിഞ്ഞ് 12:22 ആയിട്ടുണ്ട്. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല, ആരും ടയർഡല്ല, എല്ലാം നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കട്ടൻ ചായ കുടിച്ചപ്പോൾ നല്ല എനർജിയാണ് എല്ലാവരും. ചേട്ടാ ചേട്ടാ എന്തെങ്കിലും പറയാണ്ടാ? പാട്ട് പാടാട്ടാ എന്തെങ്കിലും? ചേട്ടാ പാടാട്ടാ? പാടൂലേ? ചേട്ടൻ്റെ വോയിസ് MG ശ്രീകുമാറിൻ്റെ വോയിസ് പോലെ ഇരിക്കുന്നത്, പാടട്ടാ. ഓക്കെ, നമ്മളങ്ങനെ കുമ്പഴ എന്ന ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും വണ്ടി ഒതുക്കാൻ തീരുമാനിച്ച്. ഇവിടെ നമ്മളെ പ്രവീൺ ചേട്ടന് ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ് റൂം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ ഉറങ്ങിയിട്ട് പോയാൽ മതി, കാരണം റിസ്ക്കാണ്. ഈ ഉറക്കം വന്ന് തുടങ്ങിയോ അപ്പോൾ വണ്ടി ഒതുക്കിയേക്കണം. പിന്നെ റൂമാണ് ഇപ്പം സംശയമായിരിക്കണം, റൂം കെട്ടോ ഇല്ലെന്ന് പറഞ്ഞൂടാ. അപ്പം ചോദിച്ചു നോക്കാം. പാ, അവിടെ ആളും ഇല്ല, ആരും ഇല്ല അല്ലേ? ചോദിക്കൂല, എൻ്റെ ഉണ്ട്. എനിക്ക് കുഴപ്പമില്ല, വലിയ ഉറക്കം വരില്ല, കാരണം നമ്മൾ വീട്ടിൽ ഉറങ്ങുമ്പോൾ തന്നെ 3 മണി അടുപ്പിച്ചാൽ എഡിറ്റിംഗ് സമയത്തൊക്കെ. എഡിറ്റിംഗ് ഇല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ ഉറങ്ങും. അപ്പോൾ ഇവർക്കൊക്കെ ഇവരും ഉറങ്ങാതിരിക്കുകയും ചെയ്യും. ഇന്നലെയൊക്കെ കുറേ ജോലി ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഉറക്കം വേണമെന്ന് പറഞ്ഞു. അതുപോലെ ഇനി വണ്ടി ഓടിച്ച് എതുവരെ പോകാൻ പറ്റും, ലിമിറ്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് മാക്സിമം ഇപ്പോൾ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ, മണി ഇപ്പോൾ 1 മണിയായി, ഇപ്പോൾ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒരു വെളുപ്പിന് 7 മണിക്ക് കഴിച്ച് സുഖമായിട്ട് പോകാം. ഹോട്ടൽ ഹിൽസ് പാർക്ക്, വെൽക്കം ടു ഹോട്ടൽ ഹിൽസ് പാർക്ക്. ഇപ്പോൾ 2 റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ 4000 ആയിട്ടുണ്ട്. ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല, കിടന്ന് പോയി ഉറങ്ങാം സുഖമായിട്ട്. ലിഫ്റ്റ് ഭയങ്കര സ്ലോ ആട്ടാ. 2002, 2007, 2002 നമ്മളെ പ്രവീൺ ചേട്ടൻ്റെ റൂമാണ്. അപ്പോൾ പ്രവീൺ ചേട്ടാ ഗുഡ് നൈറ്റ്, നല്ല ഉറങ്ങാം ഫ്രീ ആയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റൂം വ്ളോഗ് ചെയ്യട്ടാ. അപ്പോൾ ഞാനും വിഷ്ണു ചേട്ടനും ഒരു റൂമിലാണ്. 2007. ഓക്കെ, അയ്യോ താക്കോല് മാറിപ്പോയാ, റൂം മാറിപ്പോയാ, എന്ത് പറ്റി? റൂം മാറിപ്പോയേട്ടാ, പക്ഷെ റൂം തുറന്നു. പോലീസ് സ്റ്റേഷനല്ലേ? എന്റെ വീട്ടിലെ 4 കള്ളന്മാർ കയറിയിരിക്കുന്നു. അതെ, ഈ സംഭവം റിമൂവ് ആവുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഐഡിയ പ്ലാൻ ചെയ്ത്. അത് വേറെ ഒന്നുമില്ല, എടുത്തിട്ട് എന്ത് ചെയ്യണം? കുത്തിയാൽ മതി. ഇപ്പോൾ കുത്തിയാണ് ഓൺ ആക്കിയത്. ഇപ്പോൾ ഇതുപോലെ കുറേ ടെക്നിക്ക് ഉണ്ട്, അതൊക്കെ പറഞ്ഞുതരാം. സംഭവം വിഷ്ണുവേട്ടൻ ഡോക്ടർ മാത്രമല്ല, പല ടെക്നോളജി പരമായിട്ടുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ട്. ഒരു റോബിൻ ഹുഡ് ആണ് സംശയമുണ്ട്. ഇതിപ്പോൾ എന്ത് ചെയ്യണ്ടത്? അത് തന്നെ എടുക്കണ്ടേ നമ്മളിങ്ങനെ? പക്ഷെ നമുക്കിന്നേ ഓരോ സംഭവങ്ങളല്ലേ കണ്ട കൂലോട്ടെ അങ്ങനെ. ശരിയാണ്, ഒരു രക്ഷയില്ല, റിമൂവ് ആവണില്ല. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് കാര്യം ചെയ്യാം, താഴെ വിളിച്ച് പറയാം. കസ്റ്റമർ കെയറിലല്ലോ, സർവീസിൽ വിളിച്ച് പറയാം. ഹലോ, കട്ടായിപ്പോയി. ഇത് കട്ട് ചെയ്തോളാം. റൂം നമ്പർ 2007 ആണേ. ഇവിടെ ഈ താക്കോല് റിമൂവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഇവിടെ അൺലോക്ക് ചെയ്ത് അകത്ത് കയറിയായിരുന്നു. അപ്പോൾ താക്കോൽ എടുക്കാൻ പറ്റില്ല അതിൽ നിന്ന്. ഓക്കെ ശരി. ഓക്കെ, ഇപ്പോൾ ആളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഹൗസ് കീപ്പിംഗ്. ശരി, അപ്പോൾ റൂം വന്നിട്ട് കിങ് സൈസ് ബെഡാണ്. നല്ല ഒരു 3-4 പേർ കിടക്കാം സുഖമായിട്ട്. 4 അല്ല, കറക്റ്റ് ഒരു 3 പേർ കിടക്കാം. 2 പേർക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാം. പിന്നെ ഇവിടെ ഒരു സോഫ പോലത്തെ കസാരയുണ്ട്, നടുക്ക് മേശയുണ്ട്, ഇപ്പോൾ AC ഉണ്ട്, കണ്ണാടി സൂപ്പർ, നല്ല ക്ലാരിറ്റി, അടിപൊളി. ആൾ വന്നാ ഹൗസ് കീപ്പിംഗ്. ഓക്കെ, കമ്മിങ്. ഇതാണ് താക്കോൽ. എടുത്താ? ഇതെങ്ങനെ എടുത്ത്? നമ്മൾ കുറേ ട്രൈ ചെയ്ത് നോക്കിയേട്ടാ, വന്നില്ല. ഓക്കെയാണോ? വർക്കിംഗ് ആണോ? ഓക്കെ, ശരിയല്ലോ, താങ്ക് യു. അത് എടുത്ത് വെച്ചാൽ മതി. അത് ഓക്കെ താങ്ക് യു. ഓക്കെ എന്തോ പറഞ്ഞൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മളെ വിഷ്ണുവിൻ്റെ ലൈസൻസ് ആവശ്യമില്ല. അപ്പോൾ റൂം വന്നിട്ട് ബാക്കി പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇവിടെ കണ്ണാടിയുണ്ട്, നല്ല അടിപൊളി കണ്ണാടിയാണ്, ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ TV ഉണ്ട്, വേണമെങ്കിൽ സിനിമയൊക്കെ കാണാം. സെറ്റപ്പ് ബോക്സ് വെച്ചിട്ടുണ്ട്. ആര് കാണുന്നത്? നാളെ 7 മണിക്ക് സ്ഥലം പെടാൻ പോകണം. പിന്നെ കുടിക്കാൻ വെള്ളമുണ്ട്. ഇതെന്തോന്ന്? ടിഷ്യൂവാ? ഇതെന്തോ സാധനം? ഗ്ലാസ്.
2 ഗ്ലാസ് ഉണ്ട്, കുടിക്കാൻ വെള്ളമുണ്ട്, പിന്നെ ഇവിടെ ലേസ് പാക്കറ്റ് ഉണ്ട്. ഇതൊക്കെ ഫ്രീ ആണ്, കഴിച്ചാൽ പൈസ ആവോ? ലേസ് ഉണ്ട്, കിറ്റ്കാറ്റ് 5 സ്റ്റാർ മുട്ടായി, പിന്നെ ഫാൻഡ ബോട്ടിൽ, ഗുഡ് ഡേ ബിസ്ക്കറ്റ്. അപ്പോൾ ഇതിനൊക്കെ പൈസയാണ് തോന്നുന്നു കേട്ടോ. ശരി, എന്തെങ്കിലും ആവട്ടെ, നമുക്കെന്ത്. ഇവിടെ ചെറിയ മേശയുണ്ട്, അകത്ത് എന്തെങ്കിലും വയ്ക്കാം. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, പിന്നെ അവിടെ ഒരു കബോർഡ്, ഇവിടെ ചായക്കുള്ള സംഭവം എല്ലാം വെച്ചിട്ടുണ്ട്. ആണെങ്കിൽ ചായ കുടിക്കാം. അപ്പോൾ വിഷ്ണു ചേട്ടാ വന്നിട്ട് നമ്മൾ ഫ്രഷ് അപ്പായി ഉറങ്ങാൻ പോവുകയാണ്. ചേട്ടാ ഓക്കെ, ഉറങ്ങാമല്ലോ. ഗുഡ് നൈറ്റ്. അത് തന്നെ. രാവിലെ എങ്ങോട്ടാണ് പോണത്? തിരുനെല്ലി. ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ പറഞ്ഞാൽ? ഓ, ഇനിയും പോകണം. ഒന്നും ആയില്ല. നമ്മള് 100 കിലോമീറ്ററിന് ഇവിടെ ഫ്ലാറ്റ് ആയില്ലേ? അയ്യോ, തുടങ്ങിയപ്പോഴേ ഇങ്ങനെ അല്ലേ? പോവാം അല്ലേ, പയ്യെ പോവാം. ഇതൊക്കെയല്ലേ എൻജോയ്മെന്റ് അല്ലേ? AC ഓണാക്കിയേട്ടാ? ഓണായാ? ഫാൻ്റെ സ്പീഡില്ല, സൗണ്ടും ഇല്ല അല്ലേ? അടഞ്ഞ് പൂട്ടിയത്. ഇപ്പോണാ അല്ലേ? കാറ്റ് പറഞ്ഞു. ഇത് ഓരോന്നും പഠിക്കാൻ തന്നെ നേരം വെളുക്ക് മുക്കിയാറ്. ഇന്ന് ഉറങ്ങിയ പോലെ തന്നെ നമ്മള് അല്ലേ? കാറ്റ് പറഞ്ഞു. സൂപ്പർ. ഇനി തണുപ്പൊന്നാ മതി. തണുപ്പ് വരും. തണുപ്പ് ലൈറ്റായിട്ട് വരുമ്പോഴൊക്കെ ഫീൽ ആവണ്. തണുപ്പ് തന്നെയാണ് പറഞ്ഞത്. ലൈറ്റാണ് പറഞ്ഞിട്ട്. ശരി, ഓക്കെ, എല്ലാം സെറ്റായി. ഇനി വേറെ വശമൊന്നുമില്ല. ഞാൻ ഫ്രഷ് അപ്പ് ആയിട്ട് ഉറങ്ങാം. അത്ര തന്നെ. ഗുഡ് നൈറ്റ്. ഉറങ്ങട്ടെ, ഫ്രീ ആയിട്ട്. ഞാനും ഓഫ് ആയിട്ട് ഉറങ്ങാൻ പോകണം. അപ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ്. നേരം വെളുത്തിട്ടുണ്ട്. നല്ല ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉറങ്ങിയിട്ടുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയായിരുന്നു ചേട്ടാ. കറണ്ട് പോയിട്ട് ഉമാർ ജനറൽ അടിക്കാൻ 1 മണിക്കൂർ. പിന്നെ അങ്ങനെയൊക്കെ അടിച്ചിട്ട് ഒരു 4 മണിക്കൂർ ഉറങ്ങിയില്ലേ നമ്മളല്ലേ? എത്ര തന്നെ. ഇപ്പോൾ നേരം വെളുത്ത് ഫ്രഷ് അപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രവീൺ ചേട്ടൻ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പോയാൽ മതി. ഡ്രസ്സ് വന്നിട്ട് ആ സെയിം ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇത് വലിയ അഴുക്കായില്ല. നല്ല മുഷിഞ്ഞ് വേർത്തിട്ട് ശേഷം മാറ്റാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാം ഓക്കെ അല്ലോ? സംഭവം ഇവിടുത്തെ കീ ആകപ്പാടെ പ്രശ്നമാണല്ലേ? റിമൂവ് ആവണല്ലോ ചേട്ടാ? അപ്പോൾ ലൈസൻസ് ആണ് ഈ സ്വിച്ച് വെച്ചിരിക്കുന്നത്. അത് റിമൂവ് ആവണല്ലോ അല്ലേ? ആക്കുമല്ലോ. ഇന്നലത്തെ പ്രശ്നമാണ്. അപ്പോൾ പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, ഇങ്ങോട്ട് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. എല്ലാം അടച്ചിട്ടുണ്ട്. ഓക്കെ, അത്ര തന്നെ. ഇറങ്ങി വിളിച്ചാ നല്ല കമ്പനി നിങ്ങൾ രണ്ടുകൂടെ അതെ. ഞാൻ അവിടെ ഒരു 15 മിനിറ്റ് നോക്കിയേട്ടാ, ഒന്നും വർക്കൗട്ട് ആവണില്ല. പിന്നെ ഈ ചേട്ടൻ വിളിച്ചപ്പോൾ ശരി, ഇത് ഇറങ്ങാം, സമയമായിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരാൾക്ക് നോൺ സ്റ്റോപ്പ്, നമുക്ക് ഫുൾ സ്റ്റോപ്പ് അല്ലേ? ശരിയാണ്. എനിക്കാണ് പറഞ്ഞില്ല, 1 മണിക്കൂറായി സത്യം പറഞ്ഞാൽ 2 ബാത്റൂം പോയില്ല. അതിന്റെ മെയിൻ വിഷയം ചായ കുടിച്ചില്ല. ഈ ഒരു വിഷയം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ വെളുപ്പംകാല ട്രിപ്പ് പോകണം നേരത്തെ ഇരിക്കട്ടെ അല്ലേ? ഇതൊക്കെ ഒരു മെഡിക്കൽ ബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുമ്പോൾ അല്ലേ? ഡോക്ടർ ഇരിക്കല്ലേ ഇവരെന്ത്? എന്ത് ചെയ്യാല്ലേ? നമ്മളൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ആയിപ്പോയി. നോക്കാല്ലേ, പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർത്താം. ലുക്കുണ്ട് ബാഗിൽ, സൂപ്പറാണ്. ഒരു പണപ്പെട്ടി പറയണല്ലേ? അതൊക്കെയാണ് കോമഡിയിലൂടെ നമ്മൾ പറഞ്ഞ ഇതൊക്കെ പറയുള്ളൂ അല്ലേ? ഇരിക്കട്ടെ. സകലകല ഡോക്ടർ അല്ലേ? ആ ഡോക്ടറാണ്. ഓക്കെ, കയറിയിട്ടുണ്ട്. ഇവിടെ ബാക്ക് സൈഡ് കാണാൻ പറ്റൂലേ? ഓപ്പൺ ആയിട്ട് കൊള്ളാലോ. റോക്കറ്റ് ലഞ്ച് പറയല്ലേ? ഒരു താക്കോല് റിമൂവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. 2007 ഭയങ്കര. ഓക്കെ, നമുക്ക് ബാക്കി കയറാം. കുപ്പി ഇവിടെ വയ്ക്കാം, ഈ സൈഡിലായിട്ട്. ഇന്ന് രാവിലെ സ്റ്റിയറിംഗ് കൈകാര്യം ചെയ്യുന്നത് വിഷ്ണു ഫ്രം പൂജപ്പുര. ഈ 2 പേര് വ്ളോഗ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതാണ്, ഒരാള് വ്ളോഗ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അടുത്ത ആള് മിക്സ് ആവും. അതെ, ഞാൻ പറഞ്ഞ കാര്യം അവിടെ കേൾക്കും, ഇവിടെ കേൾക്കും. യാത്ര ഇന്നലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷീണം വന്നപ്പോൾ ഞാൻ സ്റ്റിയറിങ് വിഷ്ണുവിന് കൊടുത്തു. വിഷ്ണു ഏതാണ്ട് പത്തനംതിട്ട വന്നപ്പോൾ പുള്ളിക്കും ക്ഷീണം വന്നു. നമ്മളിങ്ങനെ കുമ്പഴയിൽ നിന്ന് പുറപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 7:40 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ലൊക്കേഷൻ തിരുനെല്ലിയാണ്. അതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി 410 കിലോമീറ്റർ ദൂരമുണ്ട്. പയ്യെ അങ്ങ് പോവാം. പോകുന്ന വഴി കാപ്പ് കുടിക്കണം, ഉച്ചയ്ക്ക് ഊണ് കഴിക്കണം, പിന്നെ വൈകിട്ട് ചായ കുടിക്കണം. ഇതൊക്കെ ബ്രേക്കുള്ളൂ മെയിനായിട്ടല്ലേ? വേറെ ബ്രേക്കൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ നല്ല കിടില വൈബിൽ പോയിക്കൊണ്ടിരിക്കണം. നല്ല മോർണിംഗ് വൈബിൽ ഫുള്ള് വളവും തിരുവുള്ള റോഡുകളാണ് കംപ്ലീറ്റ്. ഓക്കെ, നമ്മൾ കാപ്പ് കുടിക്കാൻ എത്തിയിട്ടുണ്ട്. നല്ല വിശപ്പോട്ട് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല. അതാ പ്രവീഞ്ചേണ്ട വിശപ്പുണ്ടല്ലോ ചേട്ടാ. പിന്നെ അവിടെ വിഷ്ണുവിടെ വിഷം നിൽക്കുകയാണ് കട്ടാക്കി. ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് കണ്ടായിരുന്നു. ഫാമിലിന്ന് കിട്ടിയിരിക്കുന്നു, നോക്കാം. പോയി അൽഫാം, തന്തൂരി, ബാർബിക്യൂ ചിക്കനൊക്കെ ഉണ്ട്. എനിക്ക് രാവിലെ ഇഡ്ഡലി സാമ്പാറൊക്കെ മതി, വേറെ ഒന്നും വേണ്ട. സ്പൈസ് പ്ലാസ AC ആൻഡ് നോൺ AC റെസ്റ്റോറൻറ്റ്, ബേക്കറി വിത്ത് റെസ്റ്റോറൻറ്റാണ്. ചൂട് ദോശയൊക്കെ ഉണ്ടല്ലോ. 2 നെയ് റോസ്റ്റ്, ഒരു പ്ലെയിൻ ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. നെയ് റോസ്റ്റ് വിഷ്ണു ചേട്ടനും പ്രവീൺ ചേട്ടനും, എനിക്ക് പ്ലെയിൻ ദോശ മതി.
അപ്പോൾ ദോശ വന്നാച്ച്, പ്ലെയിൻ ദോശ, സാമ്പാർ, ചമ്മന്തി, ഉളുന്ന് വടൈ. ഇപ്പോൾ കഴിക്കാന്നാ. എൻ്റെ അമ്മോ എന്ത് വിശപ്പെന്ന് അറിയാമോ, എപ്പോഴേ കഴിച്ചത്, 6:30 മണിക്ക് കഴിച്ചാണ്. വലിയ പീസ് ദോശ എപ്പോഴും പോലെ എടുക്കുക, സാമ്പാറിൽ മുക്കുക, ചമ്മന്തിയിൽ മുക്കി ഓ വലിയ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെ കാപ്പൂടി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ മൊത്തം 296 ആയിട്ടുണ്ട്. പിന്നെ 2 കുപ്പി വെള്ളം വാങ്ങിച്ചായിരുന്നു, എല്ലാം കൂടെ ചേർത്ത് 350 കാണുമായിരിക്കും. അപ്പോൾ പോന്നാ. ഓക്കെ, സെറ്റ്. മണിപ്പോൾ കറക്റ്റ് 9 ആയിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. കാപ്പൂടി കഴിഞ്ഞ് ഇനി ഉച്ചയ്ക്കുള്ള ഊണ് അത് കുറച്ച് നേരം പോയിട്ട് കഴിക്കാം. അത്ര ഇപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ കൊണ്ട് നല്ല സണ്ണി ഡേ ആണ്, നല്ല വെയിലുണ്ട്, മഴയൊന്നുമില്ല. ട്രിവാൻഡ്രത്തിൽ നല്ല മഴയാണ് രാത്രിയൊക്കെ. മഴ കാരണം സത്യം പറഞ്ഞാൽ ലാറ്റ് ആയത് ഇറങ്ങാനായിട്ട്. ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് നമ്മളെ വിഷ്ണുവിടെ തന്നെ സൂപ്പറായിട്ട്. ഓക്കെ അല്ലേ? ഇപ്പൊ എന്നെ ക്ഷീണം മാറിയല്ലോ. ഈ ജില്ലയായിട്ട് ഇപ്പൊ നിൽക്കുന്ന ജില്ല കോട്ടയം ജില്ലയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനി എത്ര ജില്ല പോകണ്ട? ഇനി 7 ജില്ല ബാക്കിയുണ്ട്. 12ാമത്തെ ജില്ലയാണ് വയനാട്. അപ്പൊ അവിടെയാണ് ലാസ്റ്റ് നമ്മൾ എത്തേണ്ട സ്ഥലം. നമ്മളെന്നെ മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട്. മൂവാറ്റുപുഴ കഴിഞ്ഞ് വെക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന അങ്കമാലി. ഇവിടെ നിന്ന് കറക്റ്റ് 35 കിലോമീറ്റർ ദൂരമുണ്ട്. നല്ല ട്രാഫിക് ബ്ലോക്കാണ്. മാപ്പിൽ കാണിച്ചിട്ടുണ്ട് ട്രാഫിക് ബ്ലോക്കാണെന്നുള്ള കാര്യം. ഇതിൽ വെയിറ്റ് ചെയ്യാം പയ്യപ്പോൾ. മണി ഇപ്പോൾ ഓഫീസ് ടൈം അല്ലേ, 9 to 10 വരെ. നേരെ പോയാൽ കൊച്ചി, തൃശ്ശൂർ, മൂന്നാർ. വണ്ടികളൊന്നും ഒരു ഇതില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് എന്ത് പറയാം, അവിടെ നിന്ന് വണ്ടി ഇങ്ങോട്ട് വരികയാണെന്നുള്ള വിചാരം ആർക്കും ഇല്ല. ക്യാരി കൊണ്ട് വെച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ പോകണം നമ്മള് ആക്കിയില്ല. അപ്പോൾ വിഷയമില്ല, നേരെ പോകല്ലോ. ഈ 300 മീറ്റർ ഒന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞ് ഫ്രീ ആയിട്ട് പോവാം. അപ്പം പണിയൊന്നും കഴിഞ്ഞില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബുൾഡോസർ അടക്കുകയാണ്. പണിക്കാരെ കാണാനില്ല. റോഡ് റോളറാണല്ലേ. ഇതാണ് ബുൾഡോസർ അല്ലേ? ഇതാണ് ബുൾഡോസർ കേട്ടോ. അപ്പൊ അത് വന്നിട്ട് റോഡ് റോളറാണ്. അപ്പൊ ഇത് വന്നിട്ട് ബുൾഡോസറാണ് അല്ലേ സംഭവം? പുള്ളാണോ? BUL അല്ലേ? അപ്പൊ ഇതാണ് ബുൾഡോസർ. JCB എന്ന് പറഞ്ഞ കമ്പനി പേരാണ്. നമ്മൾ ആൾക്കാർ പറഞ്ഞ് ശീലിച്ചു പോയി. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ ഈ ചേട്ടൻ എല്ലാ കാര്യവും അറിയാൻ ഇടയ്ക്കിടെ പറഞ്ഞു തരികയാണ്. ഇതിന് പേരെട്ടാ ലെവലാണല്ലേ? റോഡ് ലെവൽ എന്ന് പറയാം. ഓ തീർന്നില്ലേ ഇത്? എന്റെ അമ്മോ, ശരിക്കും ഉണ്ടല്ലോ ഇത് പണികൾ, റോഡ് പണി. ഇത് സംഭവം ഷെഡാണ്? എന്താണ് സംഭവം? എത്ര ലക്ഷം കൊടുത്ത് ചെയ്തതാണ്. മഴ പെയ്യുമ്പോഴേ സൈഡിലോട്ട് കുളിക്കാൻ വേണ്ടി ആൾക്കാർക്ക് അല്ലേ, നിന്ന് കുളിക്കാം. ഇത് ആര് അപ്രൂവൽ കൊടുത്തു, ആര് ഇതിന്റെ ബില്ല് സാങ്ഷൻ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. ഡിസൈൻ പുതുമയായിരിക്കല്ലേ, അതിന് അതങ്ങനെ. ഇങ്ങനെ ആയപ്പോ മഴയും വെയിലും കറക്റ്റ് ആയിട്ട് ഭയങ്കര എഞ്ചിനീയറിംഗ് മാറുമ്പോൾ സംഭവം അമ്പറിൽ നമ്മൾ കാറ്റടിക്കുമ്പോൾ ഒരുമാതിരി തലവത്തിനായി പോലെ അതുപോലെ കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ മഴയായാലും വെയിലായാലും അതേ ഉള്ളൂ. ഇത്രയ്ക്ക് ഐഡിയ വേണ്ടേ? ബേസിക് എഞ്ചിനീയർ ആണല്ലേ കേട്ടാ. ബില്ല് മാറി കൊടുത്താൽ നേരെ ലെഫ്റ്റ് പോകണം. നേരെ പോയി ജംഗ്ഷനോടെ. ഈ മണി ഭയങ്കര ശല്യമാണ്. സൗണ്ട് കിണി കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് ആരുടെ വണ്ടി? വിമൽ ചേട്ടൻ വണ്ടിയില്ലേ? ഇത് വിമൽ പ്രോയുടെ വണ്ടിയാണ്. ഹാർലി ഡേവിഡ്സന്റെ മണിയാണ്. ഇതിനകത്ത് നമ്മൾ മണി അടിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അകത്ത് എന്തെങ്കിലും ഒടിച്ചു വെക്കണം, ബബിൾ ഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും പഞ്ഞ് കയറ്റി വെക്കണം അല്ലേ. കാരണം നമുക്കൊരു ഡിസ്കംഫർട്ട് ആക്കണം അല്ലേ സൗണ്ട് കേൾക്കുമ്പോൾ. ഇങ്ങനെ ഇല്ലെങ്കിൽ ഒന്ന് അയച്ചു എടുക്കാൻ പറ്റുമോ നോട്ട്? ഓക്കെ, അങ്ങനെ മണിയുടെ കാര്യത്തിൽ തീരുമാനമായി. ഇനി ഈ മണി സൗണ്ട് അടിക്കില്ല അല്ലേ, നിർത്തി. ഇത്ര സൗണ്ട് കിണി ട്രിവാൻഡ്രം തുടങ്ങിയ സൗണ്ടാണ്. എവിടെ കേട്ടാ ഇതിനകത്തേക്കാ പിന്നെ. ഓക്കെ, ഇവിടെ വെച്ചേക്കാം. അപ്പോൾ ബാക്കിൽ പ്രൊമേറ്റർ ഉറങ്ങിയാണ് നല്ലപോലെ. നല്ല ക്ഷീണമുണ്ട് പുള്ളിക്കാരന്. നമ്മളിങ്ങനെ ഓരോ കോമഡിയും കാര്യങ്ങൾ പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാപ്പ് നോക്കിക്കൊണ്ട് നേരെ കേട്ടോ പൊയ്ക്കൊണ്ടിരുന്നാൽ റൂട്ട് കുറച്ച് നോക്കി പോകണം. കാരണം ഫുൾ റൂട്ട് മാപ്പ് ഇട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും കാണിക്കും. അതിനേക്കാളും മെയിൻ ജംഗ്ഷനുകൾ ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അല്ലേ 50 കിലോമീറ്റർ വെച്ച് കറക്റ്റ് 50 കിലോമീറ്റർ വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എത്താൻ പറ്റും. മെയിനായിട്ട് റൂട്ട് അറിഞ്ഞിരിക്കണം, ആണ് ഏറ്റവും നല്ലത്. നമ്മളെപ്പോലുള്ള ആൾക്കാർ മാപ്പ് ഇട്ടേ പോവുള്ളൂ. പിന്നെ ഇവരൊക്കെ സ്ഥിരം ആൾക്കാർ മാപ്പ് റൂട്ട് അറിയാം കറക്റ്റായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പെരിയാർ റിവറാണ്. പെരിയാർ ബ്രിഡ്ജ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിന് കാലടെത്തിയിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് പോയി ആലുവ, നേരെ പോയി തൃശ്ശൂർ. ഇവിടുത്തെ കാലാവസ്ഥ ഇത്തിരി മഴക്കോളാണ്. സത്യം പറഞ്ഞാൽ മഴ വേണ്ട എപ്പോഴത്തേക്ക്. കാരണം നമ്മൾ പോണ സ്ഥലം വയനാടാണ്. അപ്പോൾ അവിടെയൊക്കെ മഴ പെയ്ത് അറിയാമല്ലോ എന്താണെന്നുള്ളത്. അപ്പം മഴ പെയ്താൽ കുഴപ്പമൊന്നുമില്ല, അളവിന് പെയ്താൽ മതി കേട്ടാ. കൂടുതൽ പെയ്യുമ്പോഴാണ് സത്യം റിസ്ക്. ഓക്കെ, നമ്മൾ ടോൾ ബൂത്ത് എത്തിയിട്ടുണ്ട്. പാലിയാക്കര ടോൾ ബൂത്താണത്. നമ്മൾ ടോൾ ബൂത്ത് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ചാർജ് അറിഞ്ഞൂടാ. അത് നമുക്ക് അവിടെ മെസ്സേജ് ഇപ്പോൾ ഇവിടെ കാണിച്ചില്ല, ചിലയിടത്ത് കാണിക്കും ഡിസ്പ്ലേയിൽ. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വടക്കാഞ്ചേരിയാണ്. നേരെ കോയമ്പത്തൂർ പോകാം. സൂപ്പർ റോഡല്ലേ, ഒരു രക്ഷയില്ല. നല്ല നീണ്ട ഹൈവേ ഏട്ടാ. വിട്ട് പറന്ന് പോവുകയാണ്. സ്പീഡ് ലിമിറ്റ് 140 കിലോമീറ്ററിലാണ് പോകണം. അപ്പം നമ്മളെ ഡ്രൈവറായ വിഷ്ണു ചേട്ടൻ പറത്തി വിടണം. വണ്ടി 2 ചിറ കൊണ്ടായി ഇന്ന് പറന്നേ നേരെ ആ സ്പീഡിലാണ് അല്ലേട്ടാ. അപ്പോൾ ഇവിടെ സംഭവം റോഡ് പണി നടക്കുകയാണ്. കറക്റ്റ് നമ്മൾ 9 മണിക്ക് കാപ്പിടിച്ചിറങ്ങിയാണ്. 3 മണിക്കൂർ നമ്മൾ കാറിനകത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ആവശ്യങ്ങളുണ്ട്. ഒന്ന് ടോയ്ലറ്റിൽ പോകണം, പിന്നെ ഒന്ന് ഫ്രഷ് അപ്പ് ആവണം. പിന്നെ രാവിലത്തെ ഡൗൺലോഡിങ് അതിലായിട്ടില്ല. അപ്ലോഡിങ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ, ഇതാണ് കുതിരാൻ തുരങ്കം അല്ലേ? സൂപ്പർ അടിപൊളി. ലൈറ്റൊക്കെ ഉണ്ടാ ഹോളിവുഡ് സിനിമ അല്ല ലൊക്കേഷൻ പോലെയൊക്കെയാണ്. സ്പീഡ് ലിമിറ്റ് 40 കിലോമീറ്റർ അല്ലേ ഏട്ടാ?
ഓക്കെ, നമ്മൾ വണ്ടി ഒതുക്കിയാണ്, വേറെ ഒന്നുമില്ല. പ്രവീൺ ചേട്ടൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. സിഗ്നൽ വേണം ഫോണിൽ കറക്റ്റ് ആയിട്ടില്ല, അതുണ്ടെങ്കിൽ കറക്റ്റായി പോകും. അപ്പോൾ എന്തായാലും വർക്ക് തീർന്നിട്ട് മതി ബാക്കിയുള്ള ജോലിയൊക്കെ. ഇവിടെ നിന്ന് താമരശ്ശേരി മൊത്തം 130 കിലോമീറ്റർ കാണിക്കുകയാണ്. 3.25 മണിക്കൂർ യാത്ര. ലൊക്കേഷൻ സൂപ്പർ അല്ലേ, അടിപൊളിയായിട്ട്. നമ്മൾ വെളിയിൽ കാണിച്ചില്ല, നല്ല ഹീറ്റ് കേട്ടാ. ക്ലൈമറ്റ് വെളിയിൽ നമ്മൾ അറിയാൻ പറ്റില്ല, AC കാറായതുകൊണ്ടേ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം പാലക്കാട് ജില്ലയാണ്. ഇവിടെ നല്ല ചൂടുള്ള ലൊക്കേഷനാണ്. ഇപ്പോൾ ഇന്ന് കുറച്ച് ക്ലൗഡിയൊക്കെ കാണിക്കുന്നു, മേഘം കൊണ്ട്, എന്നാൽ പോലും ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ക്ലൗഡി ഇല്ലെങ്കിൽ എങ്ങനെ ആലോചിച്ച് നോക്കും, ചൂടിൻ്റെ ആവിഞ്ഞു പോകും. അവിടെ കംപ്ലീറ്റ് മലകളാണ് ചുറ്റും. സൂപ്പർ അല്ലേ, അടിപൊളി. പാലക്കാട് തന്നെ, പിന്നെ വെയിലിനൊരു കുറവില്ല. സത്യം പറഞ്ഞാൽ ഹൈവേയിലൊക്കെ ഇറങ്ങി ട്രാവൽ ചെയ്യണ വൈബ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇങ്ങനെയൊക്കെ കുറേ ദിവസമായി. നമ്മൾ ലാസ്റ്റ് കൊടൈക്കനാലിൽ പോയല്ലേ കഴിഞ്ഞ മാസം. അപ്പോൾ ഈ പ്രാവശ്യം ഇവരെ കൂടെയൊക്കെ വരുമ്പോൾ വേറൊരു വൈബായിരിക്കുന്നു. വണ്ടി ഓൺ ചെയ്തിട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്ത്. AC കിടക്കയല്ലേ, കൊള്ളാം കേട്ടോ വണ്ടി, പറക്കാനാ. പിന്നെ ചെറിയ അലൈൻമെൻറ്റ് പ്രശ്നമെന്ന് പറയണത്, ചെറിയ വെട്ടലുണ്ട്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ടയറിന് എയർ കുറവെന്ന് പറയണത്. ഒന്ന് അടിക്കണം പോകുമ്പോൾ എവിടെയെങ്കിലും പമ്പിൽ കയറിയിട്ട്. എന്തൊരു വെയിലിട്ടത്. അപ്പോൾ സുഖത്ത് കയറിയപ്പോൾ. ഓക്കെ, പമ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡീസൽ അടിക്കാൻ സമയമായി. ഫുൾ ടാങ്ക് അടിക്കാം അല്ലേ? ഫുൾ ടാങ്ക് ഡീസൽ ഫുൾ ടാങ്ക്. ഇപ്പോൾ ഫുൾ ടാങ്ക് ഡീസലാകുമ്പോൾ നേരത്തെ അടിച്ചപ്പോൾ 47 ലിറ്റർ. നമ്മൾ ഇന്നലെ അടിച്ചത് രാത്രി, അതേപോലെ 47 ലിറ്റർ വരുമായിരിക്കും. എല്ലാം കൂടെ ഒരു 4000. KLTN സുധീഷ്. ഓക്കെ, ചാനൽ പേര് വയ്ക്കണം. അപ്പോൾ പറഞ്ഞതിൻ്റെ കാര്യം കോച്ചാര് KLTN ആണ്. KLTN കേരള തമിഴ്നാടൻ ഫുൾ ഫോം, ഷോർട്ട് ഫോമിൽ KLTN. ആദ്യം ഞാൻ തന്നെ സുധീഷ്. നമ്മളിന്ന് ട്രിപ്പ് ഇറങ്ങിയത് ഫ്രണ്ട്സായിട്ടൊക്കെ വയനാട്. തിരുനെല്ലി പോയിട്ട് അവിടെ നിന്ന് നേരെ അങ്ങോട്ട് വേറെ റിസോർട്ടുണ്ട്. വീട് ട്രിവാൻഡ്രത്ത് പൂജപ്പുര ജയിലറിയാമോ? അതിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള എല്ലാ കാര്യങ്ങളും എടുക്കും. ഡീസൽ അടിക്കുന്നത് അതൊക്കെ എല്ലാവരും ഉണ്ട്. മോൻ കാണില്ലേ, മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ മോശമല്ലേ? മാസ്ക് വെച്ചിരിക്കുകയാണ് കാണിക്കാൻ വേണ്ടി. നിങ്ങളെ വീട് എവിടെ? വീട് അടുത്ത് തന്നെ അല്ലേ? ക്ലൈമറ്റ് തന്നെ വെയിൽ കൂടുതലാണ് കുറവാണ്? ഇന്ന് കൂടുതലാണ്. നമ്മൾ AC കാറിൽ പോകേണ്ട അറിയണല്ലോ, ഒന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴാണ് ചൂട് അറിയണത്. ഞാനും ഫീൽഡ് വർക്ക് തന്നെ ബൈക്കിൽ. ഇത്ര ചൂട് ഇത്രയും കമ്പയർ അവിടെ കുറവാണ് ട്രിവാൻഡ്രത്ത്. മാക്സിമം 32-30 വരുള്ളൂ. ഇവിടെ 35 ഡിഗ്രിയാണ് ഇന്ന് കാണിക്കുന്നത് ചൂട്. ആഹാരം കഴിച്ചില്ല? ചോറ് കഴിച്ചാ? പോണേ ഉള്ളത്. ശരി, ഓക്കെ ബൈ. ശരി എന്നാൽ. എത്രയാണ് മൊത്തം അടിച്ചത്? 31.50 ലിറ്ററാണ് ഡീസൽ അടിച്ചിട്ടുള്ളത്. മൊത്തം 3000 രൂപ 69 പൈസക്കാണ് എമൗണ്ട് ആയിട്ടുണ്ട്. ഓക്കെ, ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോയിട്ട് വേട്ടാ. പ്രവീൺ ചേട്ടാ വർക്കാ. റൈറ്റ് സൈഡ് ടയർ എയർ കുറവല്ലേ, അപ്പോൾ അതും കൂടെ അടിച്ചിട്ട് പോയേക്കാം. നൈട്രജനും ഉണ്ട്, എയറും ഉണ്ട്. ഏത് വേണം? എയറാണോ നൈട്രജനാണോ ചോദിക്കട്ടെ? എയർ 34 കറക്റ്റ് അല്ലേ? കുഴപ്പമില്ലല്ലോ. 34 ഉണ്ടല്ലോ. അതാണ് മിക്കവാറും എയർ കുറവെന്ന് തോന്നുന്നു റൈറ്റ് സൈഡിൽ. ട്രിവാൻഡ്രം കേട്ടോ. കൂടുതലായിരുന്നല്ലേ? കൂടുതലായ പ്രശ്നമാണല്ലേ? ഇപ്പോൾ കുറച്ചല്ലേ? ഇത് കറക്റ്റ് വാല്യൂ ആണ്. ഇത് നോക്കി അടിച്ചു കഴിഞ്ഞാൽ വേറെ വിഷയമില്ല. സംഭവം ബാക്ക് ടയറിൽ എയർ കൂടുതലാണ് പറയാം കേട്ടോ. ഇളവുള്ളല്ലേ? ആ ഫ്രണ്ട് ടയർ ഇളക്കാൻ പറ്റില്ല കേട്ടാ. തുറക്കാൻ പറ്റില്ലെന്ന്, ടൈറ്റ് ആയിരിക്കണം ഭയങ്കരമായിട്ട്. തുറന്നാ ഡോക്ടർ മാത്രമല്ല എന്താ ബ്ലാക്ക് ബെൽറ്റ് തുറന്ന് പുള്ളി ബ്ലാക്ക് ബെൽറ്റ് അല്ലേ? കൈയുടെ കനം കണ്ട? ഇത് കൈയല്ല അത്. ഓപ്പോ കൈ കാച്ച് കൈ കേട്ടോ. എങ്ങനെയാ കാച്ച് ചെയ്തൊക്കെ? സെറ്റപ്പേനാട്ടാ. വാങ്ങി അടിച്ച 100 വെയിറ്ററാ അല്ലേ? ഓക്കെ, പോന്നാ. വലിയ എയർ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രമേ എയർ കുറവായിരുന്നു, ബാക്കിയുള്ള ഇടത്തൊക്കെ എയർ കൂടുതലായിരുന്നു. അത് കുറച്ചിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. സൂപ്പർ കേട്ടാ. അപ്പോൾ താങ്ക് യു മെഷീൻ, താങ്ക് യു ചേട്ടാ. പോന്നാ, എല്ലാം സെറ്റായല്ലോ. നമ്മളങ്ങനെ കറക്റ്റായിട്ട് മാപ്പ് നോക്കി തെറ്റാപ്പിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ വഴിക്ക് നമ്മൾ പിന്നെ അങ്ങനെ സർവീസ് റോഡ് കയറാതെ മിസ്സായി ലാസ്റ്റ് ഒരു സർവീസ് റോഡ് കയറി ലെഫ്റ്റ് എടുത്ത് ഒരു കാട് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇളനാട് റോഡ് എന്നാണ് കാണിക്കുന്നത് മാപ്പിൽ. ഇവിടെ നല്ല മഴയുണ്ട്. അപ്പോൾ മഴ കാരണം കുറച്ച് പേടിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയൊന്നുമില്ല. നല്ല ഹെവി മഴയായി പടി വരും. ഭയമല്ലേ?